സാർ ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനായിരുന്നു. ബാക്കി സാറിന് 3 സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനൊരു ഭാഗ്യവും കിട്ടി. ഞാൻ 20 റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞോട്ടെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ വിഷ്വൽ മീഡിയ വലിയ താല്പര്യമാണ്. അപ്പോൾ അന്നൊക്കെ ജിയോ പറഞ്ഞ പോലെ നമുക്ക് ഈ VHS ക്യാമറയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോളേജിൻ്റെ മുന്നിൽ ഡോക്യുമെൻ്ററികൾ ചെയ്തു. അപ്പോൾ ആ ഡോക്യുമെൻ്ററി ചെയ്തപ്പോൾ കൂട്ടത്തിൽ കൂട്ടിയ 2 പേര് സിനിമ രംഗത്ത് വലിയ വലിയ നിലകളിൽ ചെയ്തു. സംഗീതമൊക്കെ അങ്ങനെ സംഗീത ജനസംഘടന നോക്കുകയാണ്. ഇത് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ വിദ്യാർത്ഥികളാണ് എൻ്റെ പലപ്പോഴും പല കാര്യങ്ങളും പഠിപ്പിക്കുക. അപ്പം ഒരു സംശയം വന്നാൽ ഫോട്ടോ എങ്ങനെ എടുക്കണം, എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്നിട്ട് പല കാര്യങ്ങൾ കണ്ടിട്ട് അതിനെയൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്ത് കൊണ്ടുവരാറാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത് ഇരുന്നപ്പം സുധീയുടെ സിനിമ B3944 വരെ ഒരു ഓഡീഷൻ ഉണ്ട്, മാഷെ വരണം എന്ന് പറഞ്ഞു. എനിക്ക് വളരെ പ്രിയമുള്ള കുട്ടിയാണ്. എന്നിട്ട് മാഷെ റോളൊരു ഇത്തിരി നെഗറ്റീവ് ആകട്ടോ എന്ന് പറഞ്ഞു. ആക്ടിങ് അല്ലേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തെ കസ്റ്റമനായ പോലീസുകാരൻ അപ്പോൾ ഓഡീഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാഷിത് സന്തോഷം, അവളുടെ ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും. ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇരുന്നപ്പം നമ്മുടെ ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന സിനിമ, അതിനകത്ത് അത് ഇവിടെ നമ്മുടെ കമ്പമെറ്റ് ഷൂട്ട് വലിയ ഫോട്ടോ ഒക്കെ ഉള്ള സിനിമയാണ്. അതിനുശേഷം നമ്മുടെ എഴുത്തോല സിനിമയുണ്ട്, അതിനകത്തൊരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 3 മതിലുണ്ട്. ഞാൻ വന്ന് നിൽക്കുന്നതൊന്നും പറയാൻ വേണ്ടല്ല. അതായത് ഇതെങ്ങനെ സിനിമ എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെ കാണിക്കാൻ പറ്റും എന്നൊക്കെ ഒന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അത് നല്ലതാണ്. ഇപ്പം ചില സിനിമകൾ തീരെ ശ്രദ്ധിക്കാതെ പോകും, അതൊന്ന്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരുപാട് ആളുകൾക്ക് ഇപ്പം ഹോം തിയേറ്റർ സംവിധാനം, ഇപ്പം ഞാൻ തന്നെ വീട്ടിലൊരു ചെറിയൊരു ഹോം തിയേറ്റർ, ഒരു കൗതുകമെന്നാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇറങ്ങുന്ന സിനിമകൾ നമുക്ക് സ്പെഷ്യൽ സ്ട്രീമിംഗ് അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? പേ ചെയ്യാം. മറ്റേ OTTയുടെ സബ്സ്ക്രിപ്ഷൻ അല്ലാതെ തിയേറ്ററിൽ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, ഈ സി സ്പേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പുതിയ സർക്കാരിൻ്റെ ഒരു OTT പ്ലാറ്റ്ഫോം വരുന്നുണ്ടല്ലോ, അത്തരത്തിലൊന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം ഇതെല്ലാം പുതുമുഖങ്ങളാണ്, കൗതുകം കൊണ്ട് വന്ന ആൾക്കാരാണ്. നമുക്കിപ്പം മീഡിയ പഠിപ്പിക്കുന്ന ഒരുപാട് കോളേജുകളുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊന്നും, ഇപ്പം ഞാൻ ഈ സിനിമയുടെ ഒരു മറ്റേ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ പല കോളേജുകളിലും വനിതാ പ്രസ്ഥാനങ്ങൾ ഒരുപാട് ആൾക്കാരൊക്കെ സംസാരിച്ചു. എല്ലാവർക്കും സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങേറ്റ ആഗ്രഹമാണ്. ഒരൊറ്റ ആളുകൾ തിയേറ്ററിൽ വരില്ല, അതാണ് വിഷയം. തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകളുണ്ട്, സിനിമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരാരും തിയേറ്ററിൽ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിൽ 1960കളിൽ പണ്ട് ഹോളിവുഡിൽ പോയി സിനിമ പിടിച്ചൊരു പുരോഹിതനുണ്ടായിരുന്നു, ആലപ്പട്ടച്ചൻ. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു 16mm പ്രൊജക്ടർ വെച്ചിട്ട് ഇരിഞ്ഞാലക്കുടിയിൽ 60കളിൽ തന്നെ സിനിമ ഷോ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സർവീസിൽ ചെന്നപ്പോൾ ഇങ്ങനെ തപ്പി ചെന്നപ്പോൾ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ ഒരു പെട്ടിക്കകത്ത് ഈ സാധനം കുറേ സിനിമയുടെ സ്കൂളില്ലാതെ ചൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പല കോളേജുകളിലും ഇതൊക്കെ പേരിനാണ്. അത് കുറേ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ കുട്ടികൾ, സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കുന്ന നല്ല സ്പാർക്കുള്ള കുട്ടികളുണ്ട്. ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ബിജു പറഞ്ഞല്ലോ, ബിജുവിനെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ കോളേജിൽ കാണിച്ചു കഴിഞ്ഞാൽ ടോമും വെട്ടി അടക്കമുള്ള ഒരുപാട് പിള്ളേർ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് കോളേജുകളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങണ്ടേ? ഇറങ്ങിയാൽ കുട്ടികളുണ്ടാവും, കൂടുതൽ മാഷന്മാരില്ലെങ്കിൽ. ഈ 2-3 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി.